കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനം നിലനിൽക്കില്ല എന്ന് UGC സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന് അടുത്ത തിരിച്ചടി ഉറപ്പായി. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ട് UGC രംഗത്ത് വന്നു. സർവകലാശാല നിയമങ്ങൾ UGC ചട്ടങ്ങളാണ് പാലിക്കേണ്ടത്. സംസ്ഥാന നിയമങ്ങൾ ഇതിന് വിരുദ്ധമായാണെങ്കിൽ പോലും സർക്കാരിന് കേന്ദ്ര ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ലെന്നും UGC വ്യക്തമാക്കി. കേരള സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മറുപടിയിലാണ് UGC ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിയമനത്തിന് വേണ്ട അധ്യാപന പരിചയമില്ലാത്ത പ്രിയയെ ഡെപ്യൂട്ടേഷൻ കാലയളവ് അധ്യാപന കാലയളവായി പരിഗണിച്ചാണ് നിയമിച്ചത്. സർവകലാശാല നിയമനങ്ങൾക്ക് UGC ചട്ടങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന നിയമങ്ങൾ ഇതിന് വിരുദ്ധമാണ് എങ്കിൽ പോലും സർക്കാരിന് കേന്ദ്ര ചട്ടങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ കഴിയില്ല എന്നും UGC വ്യക്തമാക്കിയതോടെ നിയമനത്തിന്റെ ഗതി വ്യക്തമായി. പ്രിയ വർഗീസിനെ ചട്ടവിരുദ്ധമായി അസോസിയേറ്റ് പ്രൊഫസറാക്കാൻ 4 ഘട്ടങ്ങളിലായി നടത്തിയ മിന്നൽ നീക്കങ്ങൾ നേരത്തെ ഹൈക്കോടതിയും പൊളിച്ചടുക്കിയിരുന്നു. 25 വർഷത്തെ അധ്യാപന പരിചയവും 100-ൽ പരം ഗവേഷണ പ്രബന്ധങ്ങളുമുള്ള CPM അധ്യാപക സംഘടനയായ AKPCTAയുടെ സജീവ പ്രവർത്തകനായ ചങ്ങനാശ്ശേരി SB കോളേജിലെ അധ്യാപകനെയും മലയാളം സർവകലാശാലയിലെ 2 അധ്യാപകരെയും പിന്തള്ളിയാണ് പ്രിയ വർഗീസിന് 1ാം റാങ്ക് നൽകിയത്. 1.5 ലക്ഷം രൂപയാണ് അസോസിയേറ്റ് പ്രൊഫസറുടെ ശമ്പളം. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ 6 വട്ടം VC ആയിരുന്ന അവസാന കാലഘട്ടത്തിലാണ് അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ശരവേഗത്തിൽ നടപടികളുണ്ടാകുന്നത്. VCയുടെ കാലാവധി തീരുന്നതിന് തൊട്ടു മുൻപായിരുന്നു അഭിമുഖം. സർവകലാശാലകളുടെയും കോളേജുകളുടെയും പ്രവർത്തനം സുഗമമായി നടക്കുമ്പോൾ ഇന്റർവ്യൂ നേരിട്ട് നടത്താതെ ഓൺലൈനായി നടത്തി. MP രാജേഷിന്റെ ഭാര്യയുടെ സംസ്കൃത സർവകലാശാലയിലെ നിയമനത്തിന് ഇന്റർവ്യൂവിൽ മാർക്ക് കൂട്ടി നൽകിയ പ്രൊഫസറെ ഇവിടെയും ഇന്റർവ്യൂ ബോർഡ് അംഗമാക്കി. പ്രിയ 1ാമതെത്തിയ റാങ്ക് പട്ടിക രഹസ്യമാക്കി വെച്ചു. ഇതിനുള്ള പാരിതോഷികമെന്നോണം സർക്കാർ ഗവർണറിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനവും നൽകി. നിയമനത്തിനുള്ള പ്രധാന മാനദണ്ഡമായ ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾക്കുള്ള സ്കോർ ഏറ്റവും കുറവ് പ്രിയ വർഗീസിനായിരുന്നു. അധ്യാപന പരിചയവും പ്രിയയ്ക്കാണ് തീരെ കുറവ്. എന്നിട്ടും അഭിമുഖത്തിന് 32 മാർക്ക് നൽകി പ്രിയയെ 1ാം റാങ്കിലെത്തിച്ചു. ഗവേഷണത്തിലുള്ള 156 സ്കോർ പോയിന്റാണ് പ്രിയയ്ക്കുള്ളത്. ഏറ്റവും കൂടുതൽ പോയിന്റുള്ള, അതായത് 651 പോയിന്റ് വീതമുള്ള ചങ്ങനാശ്ശേരി SB കോളേജിലെ അധ്യാപകനായ ജോസഫ് സ്കറിയയ്ക്ക് 2ാം റാങ്കും 645 പോയിന്റുള്ള മലയാളം സർവകലാശാലയിലെ C ഗണേഷിന് 3ാം റാങ്കുമാണ് സെലക്ഷൻ കമ്മിറ്റി നൽകിയത്. ദേശീയ അന്തർദേശീയ തലത്തിൽ എത്ര പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നതാണ് സ്കോർ പോയിന്റ്. 15 വർഷം അധ്യാപന പരിചയമുള്ള ജോസഫ് കറിയയ്ക്ക് 30 മാർക്കും ഗണേഷിന് 28 മാർക്കുമാണ് അഭിമുഖത്തിൽ ലഭിച്ചത്. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ 3ാം റാങ്കിലെത്തിയ പ്രിയ വർഗീസിന് കേവലം 20 ദിവസത്തെ അധ്യാപന പരിചയം മാത്രമാണുള്ളതെന്ന് ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം നിശ്ചിത തൊഴിൽ പരിചയവും ആവശ്യമുള്ള തസ്തികകൾക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായതിനു ശേഷമുള്ള തൊഴിൽ പരിചയം മാത്രമേ കണക്കിലെടുക്കാൻ പാടുള്ളൂവെന്ന് ഹൈക്കോടതിയുടെ 3-അംഗ ബെഞ്ച് 2014-ൽ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിട്ടുമുണ്ട്. പ്രിയ വർഗീസ് 2019-ലാണ് കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയത്. തുടർന്ന് 2 വർഷം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറായി ഡെപ്യൂട്ടേഷനിൽ നിയമിക്കപ്പെട്ടു. 2021 ജൂൺ 16-ന് തൃശൂർ കേരളവർമ്മ കോളേജിൽ പുനഃപ്രവേശിച്ചു. 2021 ജൂലൈ മുതൽ സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേറ്റ് ഡയറക്ടറായി ഡെപ്യൂട്ടേഷനിൽ തുടർന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികകളിൽ അനധ്യാപിക തസ്തികകളാണ്. UGC ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസറുടെ നേരിട്ടുള്ള നിയമനത്തിന് ഗവേഷണ ബിരുദവും 8 വർഷത്തെ അധ്യാപന പരിചയവുമാണ് വേണ്ടത്. 2019-ൽ PhD ബിരുദം നേടിയ ശേഷം പ്രിയ വർഗീസിന് 20 ദിവസത്തെ അധ്യാപന പരിചയം മാത്രമാണുള്ളത്. 2021 നവംബർ 12 വരെ അപേക്ഷ സ്വീകരിച്ച് തൊട്ടടുത്ത ദിവസം VCയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അപേക്ഷകളുടെ പ്രാഥമിക പരിശോധന നടത്തി. നവംബർ 18-ന് ഓൺലൈൻ ഇന്റർവ്യൂവിലൂടെ പ്രിയ വർഗീസിന് 1ാം റാങ്ക് നൽകുകയായിരുന്നു. 10 അപേക്ഷകരുണ്ടായിരുന്നുവെങ്കിലും 4 പേരുടെ ഗവേഷണ ലേഖനങ്ങൾ UGC അംഗീകൃത ഗവേഷണ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതിനാൽ പരിശോധനാ സമിതി നിരാകരിച്ചതും സർവകലാശാല വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർവ്യൂവിന് ക്ഷണിക്കാൻ തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിലെ 6 പേരിൽ 4 പേർ ഗവേഷണ ബിരുദം നേടിയ ശേഷം 8 മുതൽ 13 വർഷം വരെ അധ്യാപന പരിചയമുള്ളവരും നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ ദേശീയ അന്തർദേശീയ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവരുമാണ്. പ്രിയ വർഗീസിന് അപേക്ഷയോടൊപ്പം സമർപ്പിച്ച സാക്ഷ്യപത്രത്തിൽ 2012 മാർച്ച് മുതൽ 2021 വരെ 9 വർഷം കേരളവർമ്മ കോളേജിലെ അധ്യാപികയാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 3 വർഷം ഗവേഷണത്തിന് ചെലവഴിച്ചതും 2 വർഷം കണ്ണൂർ സർവകലാശാലയിൽ ഡെപ്യൂട്ടേഷനിലുണ്ടായിരുന്നതും ഉൾപ്പെടുത്തിയിട്ടില്ല.
പ്രിയയുടെ ഡെപ്യൂട്ടേഷൻ നിയമങ്ങൾ ചട്ടവിരുദ്ധമാണെന്നും പരാതി ഉയർന്നിരുന്നു. ഗവേഷണത്തിന് ശേഷം സ്റ്റാൻഡേർഡ് സർവീസ് ഡയറക്ടർ കണ്ണൂർ സർവകലാശാലയിലും തുടർന്ന് സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഡെപ്യൂട്ടേഷൻ അനുവദിച്ചത് ചട്ടവിരുദ്ധമായാണെന്നാണ് പരാതി. കണ്ണൂർ സർവകലാശാല സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായി 2019 മുതൽ 2 വർഷം പ്രിയ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചിരുന്നു. സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ തസ്തികകളിൽ നിയമനത്തിന് 6 വർഷത്തെ അധ്യാപന പരിചയവും ഭരണപരിചയവും വേണം. ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന കാലയളവ് ഒഴിച്ചാൽ കേരളവർമ്മ കോളേജിലെ 3 വർഷത്തെ അധ്യാപന പരിചയം മാത്രമാണ് പ്രിയ വർഗീസിനുള്ളത്. NSS പ്രോഗ്രാം കോർഡിനേറ്ററായും പ്രിയയ്ക്ക് ഡെപ്യൂട്ടേഷൻ നിയമനം ലഭിച്ചിരുന്നു. ഈ തസ്തികയിലേക്കും 10 വർഷത്തെ അധ്യാപന പരിചയമാണ് വേണ്ടത്. ഇത് പ്രിയയ്ക്കില്ല. ഗവേഷണ കാലയളവിന് ശേഷം 5 വർഷം അതേ കോളേജിൽ അധ്യാപനം നടത്തണമെന്ന് കരാറുമുണ്ട്. ആ കരാർ ലംഘിച്ചാൽ വാങ്ങിയ ശമ്പളം പൂർണ്ണമായും തിരികെ നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഗവേഷണ കാലഘട്ടത്തിന് ശേഷം സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായി കണ്ണൂർ സർവകലാശാലയിലെയും തുടർന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഡെപ്യൂട്ടേഷൻ അനുവദിച്ചത് ചട്ടവിരുദ്ധമായാണെന്നാണ് പരാതി. ഡെപ്യൂട്ടേഷൻ കാലയളവ് കൂടി അധ്യാപന പരിചയവുമായി കണക്കിലെടുത്താണ് പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള അഭിമുഖത്തിന് ക്ഷണിച്ചതും 1 റാങ്ക് നൽകിയതും. ഇതാണ് നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയത്. ഡെപ്യൂട്ടേഷൻ നിയമനങ്ങളിലെ ചട്ടവിരുദ്ധത അന്വേഷിക്കണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത്.